ഫസ്റ്റത്തെ വീഡിയോ ഉണ്ടല്ലോ നിങ്ങള്, ഇത് നമ്മളൊരു 10 ദിവസം മുന്നിട്ടിരുന്നു. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കക്കറ ആലുങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലാണുള്ളത്. എന്റെ ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട് നിങ്ങള്, ഇവരെ ഒരു വ്യത്യസ്തമായിട്ട് അന്നൊരു യാത്ര, അതായത് വിമാനത്തിൽ കയറിയവര്, ട്രെയിന് കയറാത്തവര് ട്രെയിന് കയറിയവര് ഒക്കെ ആയിട്ട് വലിയൊരു സംഭവമായിട്ട് നമ്മുടെ ഒരു ക്ഷേത്ര കമ്മിറ്റി ഒക്കെ കൂടിങ്ങാണ്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഇവര് വന്നിട്ട് എന്താണ് ആ പോയ ഇവര് അനുഭവം പങ്കുവെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതില് ചെറിയ നമ്മുടെ 10 വയസ്സ് മുതൽ അമ്മക്ക് എത്ര വയസ്സേക്കണേ, 74 വയസ്സ് വരെയുള്ള അമ്മ അടക്കമുണ്ട്. അതിന്റെ അടിയിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അനുഭവം നമുക്ക് ഇവരോട് തന്നെ ഓരോരുത്തരോട് ചോദിക്കാം. എന്താണ്, എങ്ങനെയൊക്കെയാണ് പോയത്, എന്താണ് നമുക്ക് മോളോട്. എന്താ പേര് പറഞ്ഞത്? ദക്ഷ. ഏതെല്ലാം സ്കൂളില്? എത്രയിലാണ്? 4ലാണ്. ഇങ്ങനെ വിമാനത്തിൽ കയറാന്നൊരു പൂതി ഉണ്ടായിരുന്നോ ഈ ഒരു ചെറുപ്രായത്തില്? ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഇവര് പോണത് എങ്ങനെ അറിഞ്ഞത്? ഇങ്ങനെ യാത്ര പോകേണ്ടത് നിങ്ങൾ കയറിയിട്ട് എന്താ തോന്നിയത്? വിമാനം പൊങ്ങിയപ്പോഴും ഇറങ്ങിയപ്പോഴൊക്കെ എന്താ തോന്നണേ? എങ്ങനെ തോന്നിയിട്ട് എങ്ങനെ? അതായത് ഈ നമ്മളെ ഈ ഒരു വായുവില് പോകുമ്പോ ഈ കട്ടറോട് എങ്ങനെ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? എങ്ങനെ തോന്നിയിട്ടുള്ളത്? എന്റെ അനുഭവം പറയാം, എനിക്ക് പോയ ഒരു അനുഭവം പറയാം. യന്ത്രൂനാല് കയറണ പോലെ തോന്നി. യന്ത്രൂനാല് കയറണ പോലെ. അത് ഇറക്കുമ്പോൾ കയറുമ്പോഴൊക്കെ ഇറുകൽ വന്നിരുന്നില്ലേ? ഓക്കെ, നമുക്ക് എന്താ പറയാല്ലേ? നല്ല സുഖത്തിലാ പോയി പോന്ന്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ നല്ലതില്. ട്രെയിനിൽ ഇതുവരെ കാര്യമുണ്ടോ? ഇതിന്റെ മുന്നേ കാര്യമുണ്ടോ? മുന്നേ കയറി കാര്യം പ്ലേറ്റ് കാര്യമില്ല, അത് ആദ്യമായിട്ടാണ്. അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിലിപ്പോ എന്താ ഈ ഒരു കമ്മിറ്റി ഭാരവാഹിയോട് ഇപ്പൊ എങ്ങനെ തോന്നണം? എന്താ നല്ലതാക്കിയ ഓലോട് തോന്നണേ. എന്നൊക്കെ ഓരോ നല്ലതായിട്ട് ഞാൻ പോകും. എല്ലാ സ്ഥലത്തേക്കും ഞാൻ. എന്റെ പേരോ ഇണ്ണൂലി എന്നാണ് പേര്. വിളിക്ക കുഞ്ഞുമാളു എന്നാണ്. കുഞ്ഞുമാള്. എത്ര വയസ്സായി? 74ാമത്തെ വയസ്സാണ്. 4ാമത്തെ വയസ്സ്. എന്താ നിങ്ങൾക്ക് എന്താ പറയല്ലേ? നല്ല അനുഭവങ്ങളാണ്. ഇത്രയും പോലത്തെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയോടുള്ളൂ. അതുപോലെ വിമാനം കയറി ഇനി ഇതിലേറെ സന്തോഷമുള്ള യാത്ര ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ. കാരണം ഒരുപാട് യാത്രകൾ ശരിക്ക് ഒരു അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു മതത്തിന്റെ കീഴിലാകുമ്പോൾ നമ്മള് പല തീർത്ഥയാത്രകളും പോക്കുണ്ട്. അത് ചിലപ്പോ ഗുരുവായൂർക്കായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച. അതും തന്നെ ഫ്ലൈറ്റ്, ട്രെയിന്, അതിന്റെ അപ്പുറത്ത്. ഇനിയിപ്പോ എന്തായാലും ഷെയ്ജോട്ടോടുണ്ട്. ഷെയ്ജോട്ടോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഇവരുടെ ചെറിയൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്താ പറയല്ലേ? എന്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണമെന്ന്. അത് സാധിച്ചു. മെട്രോയിലും കയറി. മെട്രോയില് കയറി ആദ്യമായിട്ടാണ്. ട്രെയിനില് ഫസ്റ്റ് അല്ല, സെക്കൻഡ് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ലോങ് ആയിട്ട് ആദ്യമായിട്ട് പോവാണ്. നല്ല അനുഭവമാണ്. ഫ്ലൈറ്റിൽ കയറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ച് നടക്കുന്നില്ലത് പറയണത്. ഫ്ലൈറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല, മെട്രോയില് കയറിയിട്ടില്ല, പിന്നെ ട്രെയിനിൽ പോയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണിത്. പിന്നെ ഷൈജു പറഞ്ഞത് പിന്നെ പാസ്പോർട്ട് എടുക്കാനാ പറഞ്ഞ. എല്ലാവരും എടുത്തു. എന്നിട്ട് പിന്നെ അങ്ങനെ ഇത് പറഞ്ഞിട്ടുള്ള നമ്മളെ കക്കറ ബാലേട്ടന്റെ പേരെന്താണ്? സതി ബാലൻ. അതായത് ഏത് മെമ്പർ, ഏത് കാലത്തിലാണ് ഇപ്പൊ? മുൻ മെമ്പറാണ് കക്കറ വാർഡിൽ. എന്തായാലും ടൈം ഞാൻ വലിയൊരു വീഡിയോ ആക്കണല്ലോ. 2010 മെമ്പറാണ്. എങ്ങനെയുണ്ട് അനുഭവം? കാരണം മെമ്പറായിട്ട് പോലും ഇങ്ങനത്തെ അനുഭവം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ പറയാ? വളരെയധികം സന്തോഷമായി. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് യാത്ര. അത് കക്കറ അമ്പലത്തിന്റെ കീഴിലുള്ള നമ്മള് ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഗ്രാമവാസികളുടെ ഒരു സ്വപ്നയാത്രയാണ് ഇപ്പൊ സാക്ഷാത്കരിച്ചത്. ഈ യാത്രയിലൂടെ വിമാനത്തിൽ കയറാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. അത് ഏതായാലും നന്നായി. പിന്നെ നല്ല അനുഭവങ്ങളാണ്. പിന്നെ ട്രെയിനും മെട്രോ ഒക്കെ പോയത് തന്നെയാണ്. പോയിട്ടുണ്ട്, നേരത്തെ പോയിട്ടുണ്ട്. അപ്പൊ ഈ യാത്ര വളരെ നന്നായി. ചിരകാല സ്വപ്നമായിരുന്നു. പിന്നെ ട്രെയിനിൽ കയറാം ഉള്ളൊരു, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴേ വിമാനത്തിൽ കയറാനുള്ളൊരു യോഗം ഉണ്ടോന്ന് ഞാൻ ഈ കൈനോട്ടക്കാരോട് നോക്കിത്തൂടി ഒരാഗ്രഹം. അതെ. അപ്പൊ അത് പോവാണിഞ്ഞു. മെട്രോയിൽ കയറിയിട്ടുണ്ടോ? മെട്രോയിൽ കയറിയിട്ടില്ല. അതും കയറി. സന്തോഷം ഈശ്വരനോടും. അതുപോലെ ഇത് ഈ കമ്മിറ്റിക്കാരാണ് ഇത് കൊണ്ടുപോകാൻ. കാരണം പണം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യാത്ത ചില യാത്രകളാണ്. അതാണ് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ ഇത്തരം ചില യാത്രകൾ ചെയ്യണമെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മയും ഒരു ഒരുമയൊക്കെ ഉണ്ടെങ്കിൽ. അടിപൊളി യാത്രയായിരുന്നു. ഇനി ഞങ്ങള് ഇവിടുന്നല്ല വിദേശത്തേക്കാ പോണത്.
മറ്റേ അത് ഉറപ്പിച്ചോ? ഉറപ്പിക്കല്ല, ഞങ്ങൾ പ്ലാനിങ്ങിലാണ് ഇപ്പൊ കമ്മിറ്റി നല്ല തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു എന്തെന്നാലും ഞങ്ങൾ ചെറിയ പൈസക്കാ പോയത്, 8 രൂപയ്ക്കാ പോയത്. അത് ഇത്ര സ്ഥലങ്ങൾ കണ്ടു, വിമാനത്തിൽ കയറി, ട്രെയിനിൽ കയറി, ഇതൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അതിന് നമ്മളെ സെക്രട്ടറിയാണ് അതിന്റെ മുന്നിൽ നിന്നത്, ഷൈജേട്ടൻ. മൂപ്പരെ കീഴിൽ ഇനിയും ഞങ്ങൾ വിദേശ യാത്ര ചെയ്യാൻ പോണം. നിങ്ങൾ പോയില്ലേ? ജീവിതത്തില് ട്രെയിൻ കയറിയുണ്ടാവൂലേ? ട്രെയിനിൽ ആദ്യം കയറിയിട്ടുണ്ട്. നിങ്ങളെ പേര്? എന്റെ പേര് ചെറുണ്ണി. വിളിക്കണോ എന്നോട്? ചെറിയേട്ടാന്നൊക്കെ പേര് വിളിച്ചു. വലിയേട്ടനാണ്, അത് സംഭവിച്ചു. അപ്പോ ഇതുപോലെ ഒരു അനുഭവം ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയായിട്ട് തോന്നി? അത് ഫ്ലൈറ്റ് കയറുമാൻ എന്തെങ്കിലും തോന്നിയിരുന്നില്ല? അതായത് കൂട്ടായിട്ട് ഇങ്ങനെ പോയപ്പോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ വിമാനം കയറണോ ഇറങ്ങണൊക്കെ നമ്മൾ ചെറുതായിട്ട് അറിയുന്നുണ്ട്. കുറച്ചാളും കൂടി ഉണ്ട്. എന്തായാലും അനുഭവം ഇത് ഇനി വീഡിയോ എത്ര എന്തായാലും പാടില്ല. ഇവര് അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ്. ഇപ്പോ പരിചയപ്പെടല്ലാതെ നിങ്ങൾ പേരെന്താണ്? എന്റെ പേര് ഉഷ. ഉഷ ചേച്ചിനെ അറിയെങ്കിൽ അറിയണമെങ്കിലേ നമ്മൾ ഉറയെങ്കിൽ പഠിക്കുക. എന്താ ഇൻഷുറൻസിന്റെ കാരണം ഞാൻ 2 വട്ടം അടച്ചതാണ്. ഇപ്പൊ അങ്ങനെ ഞാൻ ആർക്കെങ്കിലും ഇൻഷുറൻസ് അടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറയെങ്കിൽ പഠിക്കുക. എന്താ പേരെന്താണ്? കടയുടെ പേര്, സ്ഥാപനത്തിന്? വാഹന ഇൻഷുറൻസ്. അങ്ങനെ കൊടുത്തു, ഗ്രീൻസ്. എന്താ അനുഭവം? ഈ ജീവിതത്തിൽ ഇത് ട്രെയിൻ കയറിയിരിക്കണോ അതോ ഫ്ലൈറ്റ് കയറിയിരിക്കണോ? എന്താണ്? ഫ്ലൈറ്റ്, ട്രെയിന്, മെട്രോയിലൊക്കെ ആദ്യം ഞാൻ കയറിയതാണ്. ഒന്ന് കയറിയിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മള് ഒറ്റയ്ക്ക് കുടുംബത്തിന്റെ കൂടെ ഒക്കെ അങ്ങനെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ കൂടെ പോകുമ്പോ അതിനൊരു പ്രത്യേക സന്തോഷമാണ്. എല്ലാരും കൂടെ ചിരിച്ച് കളിച്ച് പാട്ടും പാടി ആ രസം നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോ കിട്ടൂല. പ്രത്യേകിച്ച് പറയുന്നത് എന്താ, നിങ്ങള് ഇതുപോലത്തെ ഒരു 2 ആള് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിലുള്ള ആളുകളൊക്കെ ആകുമ്പോഴേ ആ ഒരു സന്തോഷം കാണിച്ചാൽ പഴയ കഥകളും കാര്യങ്ങളും നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പഴയതൊക്കെ ഇതിനെ കുറച്ച് കാര്യങ്ങൾ കരുവാരം കൊണ്ട് കക്കറ എന്നുള്ളിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ശരിക്ക് ഒരു ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മളത്തെ ഒരു കാലാവസ്ഥ, നമ്മുടെ ഒരു പ്രദേശങ്ങളൊക്കെ പറയണ്ടാവും. കാരണം നമ്മളെ കൂട്ടത്തിൽ ഇതുപോലെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇതുപോലെ ഒരു പ്രായ ഒരാൾ ഇല്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. നിങ്ങൾക്ക് എന്താ പറയുള്ളത്? എന്താ പുതിയൊരു അനുഭവമാണ്. ട്രെയിൻ കയറിയില്ല, ഫ്ലൈറ്റിൽ കയറുന്ന ആദ്യമാണ്. പിന്നെ അത് ഒരിക്കലും സാധിക്കുന്നു വിചാരിച്ചൊരാഗ്രഹം സാധിച്ചു. ഒരിക്കലും പിന്നെ വിചാരിച്ചിട്ടില്ല കയറാൻ സാധിക്കുന്നു. അപ്പൊ വളരെ സന്തോഷമായിട്ട് ആരെങ്കിലപ്പനും അമ്മമാരോട് നന്ദി പറയാണ്. അതുപോലെ ഷൈജുവിനോടും കമ്മിറ്റിക്കാരോടും. എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റ് കയറുന്നത്. ആഗ്രഹം ഉണ്ടാവും, ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുക. അത് പോവാണിഞ്ഞു. അതുപോലെ വളരെയധികം സന്തോഷം. ഈ 4 ദിവസം ഞങ്ങള് പോയത് അറിഞ്ഞില്ല. കളിക്കലും ചെറുക്കലും വീട്ടിൽ വന്ന പല ഉത്തരവാദിത്തങ്ങളാണല്ലോ പലർക്കും. അപ്പൊ ഈ 4 ദിവസം നല്ല ഹാപ്പി ആയി ഞങ്ങൾ പോയി പോന്നു. ഇനി കക്കറക്കാര് പുറകോട്ടില്ല, മുന്നോട്ട്. ചില്ലറ കക്കറക്കാര് മുന്നോട്ട് തന്നെയാണ്, പുറകോട്ടില്ലാന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു. കയറണമെന്നും കരുതിയതല്ല. കയറി, സന്തോഷായി. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. മെട്രോയിൽ ആദ്യമായിട്ടാണ്. മെട്രോയിൽ കയറ്റാൻ തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, സന്തോഷായി. കാഴ്ചകളും കണ്ടു. ഞാൻ എന്താ പറയല്ലേ, ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്. അപ്പൊ മോനോട് പറയും എനിക്ക് വിമാനത്തിൽ കയറാനൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ ഇങ്ങനെ സൈജേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ അത് മോനോട് പറഞ്ഞപ്പോ മോനപ്പൊ തന്നെ വിമാനത്തിന് നടാട കയറാണ്. പിന്നെ ട്രെയിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചന്ദ്രോഞ്ഞാല് കയറുകൊണ്ട് വലിയ പേടിയൊന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞ ഞാനും കയറിയില്ല, പേടിയാണ്. കാരണം ഇറങ്ങണ എനിക്ക് ഭയങ്കര പേടിയാ. യന്ത്രമല്ല ഞാൻ ഇതുവരെ കയറിയില്ല, തോണിയിലും കയറില്ല. ഞാൻ 3-4 വട്ടം കയറിയില്ല. ആ ഇറുകലുണ്ടല്ലോ കഴിയില്ല. നിങ്ങൾ എന്താ പറയണേ? സന്തോഷമായി. പൈസ ഉണ്ടെങ്കിലും പോകില്ല. സൈജു പോയി കണ്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്. കുറെ പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പൈസ ഉണ്ടായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നടക്കാതെ. ഈ അമ്പലം കയറിയോണ്ട് സൈജു ഉണ്ടാണ് കുറെ സ്ഥലങ്ങൾ കണ്ടു. കാണാൻ സാധിക്കട്ടെ. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാലുകൊണ്ടാണെങ്കിൽ നടക്കാൻ മതി, എന്നാലും പോയി കണ്ടല്ലേ. എന്താ പറയല്ലേ? ആലിംഗരപ്പന്റെ മഹാദേവന്റെ തമ്പുരാട്ടിമാരെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും പോയി കണ്ടു. പിന്നെ സൈജുവിനോട് പ്രത്യേക നന്ദി. വിമാനത്തിൽ ആദ്യമായിട്ട് കേറുകയാണ്. കേറി എല്ലാരും പോയപ്പോ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു. ചെവി പൊട്ടി അടയ്ക്കും. ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം. അല്ല, ഇതിലെന്താ നിങ്ങള് കൂട്ടായിട്ട് പോകുമ്പോ അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒറ്റക്ക് പോകുമ്പോ നമ്മൾ ഏലായാലും ഒറ്റക്ക് നമ്മളെ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് പേടിയും ബേജാറാക്കണം. പക്ഷെ കൂട്ടായിട്ട് പോകുമ്പോ എന്തായാലും ഉണ്ടാവില്ല, ഒരു ബേജാറുണ്ടായില്ല. മെട്രോയിൽ ആദ്യമായിട്ട് കേറുകയാണ്.
അതിനൊരു കുഴപ്പമില്ല, സന്തോഷായി, അടിപൊളിയായി. തുണക്കാരെന്ന് പറയാം. കാരണം എന്താ വെച്ചാല് അച്ഛനെക്കാട്ടിന് പ്രായമുണ്ട്. എന്താ വെച്ചാല് ഞാൻ വെച്ചാല് എനിക്ക് ഈ ഒരു മീഡിയയിലൂടെ നടക്കുമ്പോ ഒരുപാട് വയസ്സായ ആളുകൾ തുണക്കാരന്മാരെ കിട്ടും. അത് ചിലപ്പോൾ പല മേഖലയിലും കിട്ടും. എന്താ കാര്യങ്ങൾ തുറന്ന് പറയാന്, എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ അതിൽപ്പെട്ട ഒരാളാണ്. എന്തായാലും അനുഭവം ഒന്ന് പങ്കുവെക്കണേ. എന്താ പറയാ ഈ പോയതിനെ കുറിച്ച്? യാത്രയെ കുറിച്ച് പറഞ്ഞാല് ആലിംഗലപ്പന്റെയും ഇവിടെയുള്ള തമ്പുരാട്ടിമാരുടെ അനുഗ്രഹത്തോടു കൂടി നടത്തുന്ന എല്ലാ യാത്രകളും, തീർത്ഥയാത്രകളായാലും ടൂറിസ്റ്റുകളായാലും ഇത് ഏകദേശം പറഞ്ഞ ഒരു ടൂറിസ്റ്റ് യാത്ര മാതിരിയാണ് പോയത്. കാരണം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ അനുഗ്രഹത്തോടു കൂടെ പോകുമ്പോൾ അത് വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് മനസ്സിന് തരിക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്, കൂടെ 2 സുഹൃത്തുക്കളെ യാത്ര ചെയ്യാറുണ്ട്, കുടുംബത്തോടു കൂടെ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വ്യത്യസ്തമായ ഗ്രാമജനങ്ങളോടൊപ്പം കൂടിയുള്ള യാത്രയ്ക്ക് മാനസികമായി ഒരു പ്രത്യേക സംതൃപ്തിയാണ് ദേവന്റെയും ദേവിമാരുടെ അനുഗ്രഹത്തോടു കൂടി മനസ്സിന് കിട്ടുന്നത്. പിന്നെ പ്ലെയിന്, മെട്രോ, ട്രെയിന് ഇതൊന്നും എൻ്റെ യാത്രയിൽ ആദ്യത്തേതല്ല. പലതവണ യാത്ര ചെയ്തിട്ടുള്ള അനുഭവം ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവര് സുബ്രഹ്മണ്യൻ എന്താ കാരണം അറിയാള്? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണമെന്ന് മൂപ്പര് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് തുടങ്ങിയ. എന്നാലും ഇപ്പൊ ഓട്ടോറിക്ഷ എന്താ പരിപാടി? ഇല്ല, ഇപ്പൊ ടാപ്പിംഗ് ആണ്. ടാപ്പിംഗ് ആയിട്ട് ഓട്ടോറിക്ഷ പ്രൈവറ്റ് ആക്കി. അപ്പൊ എന്താ നമ്മളെ ഈ ഒരു യാത്ര പോയിന് എന്താ കുറിച്ച് പറയാനുള്ളത്? യാത്ര വളരെ നല്ലൊരു യാത്രയായിരുന്നു. വിമാനത്തിൽ വെച്ചാൽ നമ്മളെ ഗ്രാമവാസികള് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലാണ് കക്കറ ആലിംഗൽ മഹാദേവ ക്ഷേത്രം സംഘടിപ്പിച്ച യാത്ര. സാധാരണക്കാരിൽ താമസിക്കുന്ന ആരും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. ഒരു ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാവും, പക്ഷെ കക്കറ എന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ക്ഷേത്രമാണ്. അപ്പൊ നമ്മള് യാത്ര വളരെ ഭംഗിയായിരുന്നു. അതേമാതിരി നമ്മളെ അമ്മമാര് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു. അത് അവര് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും. അതേമാതിരി പിന്നെ ട്രെയിന്, മെട്രോ ട്രെയിന് നമ്മൾ അങ്ങനെ ആരും പോവില്ല. സാധാ ട്രെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ ദൂരകൂടികൾ പോകും. മെട്രോ റെയിൽ കയറ്റി, അതൊക്കെ വളരെ ഭംഗിയായ കാര്യങ്ങൾ. ഇനിയും ക്ഷേത്ര കമ്മിറ്റി പുതുതായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ, നമ്മുടെ നാട്ടിലത്തെ അമ്മമാർക്ക് എന്തൊക്കെ പുതുമകൾ നാട്ടിൽ കാണാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റിയുടെ തീരുമാനം. നമ്മള് ആളുകളെ അഭിപ്രായങ്ങൾ കേട്ടു. പക്ഷെ അന്ന് നമ്മളീ ഒരു എറണാകുളത്ത് അവര് ചെന്ന ഒരു വീഡിയോ, ആ ബൈറ്റിൽ നിന്ന് നമ്മളെ ഷെയ്ജോട്ടാണ്. കാരണം അന്ന് രാത്രി പോയതുകൊണ്ട് എനിക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ വരണമെന്ന് കരുതുന്നു. ഞാൻ വെച്ചാൽ ഉറക്കവിരാന്നുണ്ടായതുകൊണ്ട് അതൊന്നും നടക്കൂല സംഭവം. എന്നാലും ഷെയ്ജോട്ടന് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ കൊണ്ടായത് എന്താണ് ഇങ്ങനെ ഒരു കാര്യം തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അതിലെന്താ അനുഭവം എന്ന് പറഞ്ഞു. കാരണം പൊതുവെ ഈ ഒരു കക്കറ അമ്പലത്തിൽ വെച്ചാൽ ഉത്സവമാണെങ്കിലും എന്താണെങ്കിലും അത് അർഹതപ്പെട്ടകളെ ഒരു ആദരിക്കൽ ചടങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കലുണ്ട്. അപ്പൊ ഇത് ഈ ഒരു കൊണ്ട് നാട്ടിലത്തെ ഈ ഒരു കയറാത്ത ട്രെയിൻ കയറാത്ത അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാത്ത ആളുകൾ കൊണ്ട് എന്താണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം? കക്കറ ആലിംഗൽ ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റി എല്ലാ വർഷവും 3ഓളം തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നതാണ്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായി വർഷം ഉണ്ട്. എല്ലാ വർഷവും പോകാറുണ്ട്. ചുരുങ്ങിയത് 3 തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നതുമാണ്. സ്വാഭാവികമായിട്ടും എന്ത് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റി എന്ന രീതിയിൽ നമ്മളെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ആകാശയാത്രയുടെ, വിമാനയാത്രയുടെ ഒരു കൗതുകം പകരുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേഘങ്ങളോടൊപ്പമുള്ള ഒരു സ്വപ്നയാത്ര യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്ന ഒരു ചിന്തയിലാണ് ക്ഷേത്ര കമ്മിറ്റി കഴിഞ്ഞ ഉത്സവത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിൽ ഇങ്ങനൊരു ആശയം പങ്കുവെക്കുന്നത്. 22 മണിക്കൂറിനുള്ളിൽ നമ്മൾ 50ഓളം ആളുകളെ ആണ് വിചാരിച്ചിരുന്നത്. 63ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തു. പിന്നെ നമ്മൾ തൽക്കാലം നിർത്തിവെച്ചു. കാര്യം വെച്ചാൽ ഒരേ ഫ്ലൈറ്റിൽ നമുക്ക് 100ഓളം ആളുകൾ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരേ ഫ്ലൈറ്റിൽ നമുക്ക് 100ഓളം ആളുകളെ കൊണ്ടുപോകാൻ ടിക്കറ്റ് കിട്ടാനുള്ള പ്രയാസമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ 53 പേരാക്കി ചുരുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിൽ 53 ആളിൽ ഇപ്പൊ നമ്മളൊരു പകുതി ആളില്ല അല്ലെ? കാരണം വെച്ചാൽ ഞാൻ ഒരു ഇപ്പൊ വെച്ചാൽ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊക്കെ അമ്മമാരും ഒക്കെ വീട്ടിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഉള്ള ആളുകളെ കൊണ്ട് ഞാൻ ബൈറ്റ് എടുത്തുള്ളൂ പറയും. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഒരു സംഘത്തിനെയും കൊണ്ട് ഇതേ സ്ഥലത്തേക്ക് പോകാനുള്ള ഉത്തരവാദിത്വം ക്ഷേത്ര കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരെ നിരാശപ്പെടുത്താതിരിക്കുക എന്നുള്ളത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് നിർവഹിക്കണം എന്ന് തന്നെയാണ് കമ്മിറ്റി ചിന്തിക്കുന്നത്. പിന്നെ അതോടൊപ്പം ആളുകൾ ഇതിനോടൊപ്പം പങ്കുവെച്ച കാര്യം
അതായത് നമ്മള് കേവലം ഒരു ബാംഗ്ലൂർ യാത്രയിൽ നിർത്തും. ഇത് എളിയ തുടക്കമായിട്ടാണ് ക്ഷേത്ര കമ്മിറ്റി കാണുന്നത്. അല്ല, തുടക്കമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കരുവാരകുണ്ടത്തെ ആളുകൾ തന്നെ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ട്, ഒരുപാട് ഫേസ്ബുക്കിലും യൂട്യൂബിലായാലും ഒരുപാട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഒന്ന് അവിടെ തന്നെ നടക്കുള്ളൂ ഇട്ടോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലും കാര്യത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് ഞാൻ പിന്നെ എന്താ വെച്ചാൽ അന്ന് തന്നെ പറഞ്ഞത് നമുക്ക് എന്തായാലും അവരെ ബൈറ്റ് എടുക്കുക, എന്താണ് പോയ അനുഭവം എന്നുള്ളത് പറയാം. ഇനിയിപ്പോ അടുത്ത പോക്ക് എങ്ങോട്ടാന്ന് തീരുമാനിച്ചിരിക്കണം. നമ്മൾ എവിടെയാണെന്നുള്ള ധാരണ ഇല്ലെങ്കിൽ പോലും നമ്മൾ പല ചിന്തകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയത് ബാംഗ്ലൂർ ആണെങ്കിൽ അടുത്തൊരു യാത്ര ഇന്ത്യയിൽ തന്നെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടും അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത്. നല്ല സന്തോഷമായ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളുടെയൊക്കെ ജീവിതത്തില് മനസ്സിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്ഷേത്രവും ഈ കൂട്ടായ്മയും എന്നും നിലനിൽക്കുന്ന അനുഭവങ്ങൾ പകരുക. കാരണം ഓരോ യാത്രയും ആളുകൾക്ക് തരുന്ന അനുഭവം, ആളുകളുടെ ചിന്തകളിൽ ഉണ്ടാക്കുന്ന മാറ്റമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. അപ്പൊ ആ തലത്തിലേക്ക് ആളുകൾ മാറുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ. അപ്പൊ അത് ഇതുവരെ അനുഭവിക്കാൻ പല രീതിയിലും വിമാനയാത്ര നടത്താൻ പറ്റാത്ത പല സാഹചര്യങ്ങളായിരിക്കാം. അവർക്കൊക്കെ ഒരു അവസരം ഒരുക്കുക എന്ന് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റി ചിന്തിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റി ധാരണ ആക്കിയിട്ടുള്ളത്. വ്യത്യസ്തമായ യാത്രകളും വ്യത്യസ്തമായ സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ഒക്കെ ഈ ക്ഷേത്രമുറ്റത്ത് ഇനിയും ആളുകൾക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മളെ ഈ ഒരു ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമും ഞാൻ എന്റെ കഴിവിനനുസരിച്ചൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട്. എന്തായാലും ഈ ഒരു വിവരം ഷൈജേട്ടൻ ഇനിയും ഇതുപോലെ എനിക്ക് ഒന്നും പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ ഷൈജേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ലോകം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോകുന്ന ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ഫ്ലൈറ്റ് കയറിയിട്ടില്ല, മെട്രോയും കയറിയില്ല. ഇതുപോലെ ഒരുപാട് അനുഭവമുള്ള ആളുകൾ, അമ്മമാരായാലും കുട്ടികളായാലും. ഇപ്പൊ നമ്മളെ ദക്ഷമോള് അവളടക്കം പറഞ്ഞ അവളുടെ അനുഭവം ആദ്യമായിട്ടാണ് ഇപ്പോ ഫ്ലൈറ്റ് കയറിന് അച്ഛൻ പറഞ്ഞപ്പോ ഇതിന് പോണെന്ന് പറഞ്ഞു. കാരണം ചില കുട്ടികൾക്ക് ഇതിന് പേടിയാകാരം. അതിപ്പോ അമ്മ പറഞ്ഞ വയസ്സായ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാകാരം. കൂട്ടായിട്ട് പോകുമ്പോൾ എന്തായാലും ഈ ഒരു യാത്ര അതിമനോഹരം തന്നെ ആയിരിക്കാം. എന്തായാലും ഷൈജേട്ടന്റെ വിവരം തന്നു. ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചാണ് വിവരങ്ങൾ പകുതി വെച്ച് വീഡിയോ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്താണ് ഇത്രയും വലിയൊരു ലെങ്ത് നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളത്. എന്തായാലും ഇനി അടുത്ത വീഡിയോ, അടുത്ത ഇവർ യാത്ര പോകുമ്പോൾ അത് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് അറിയിക്കൂടെ? തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം. നന്ദി, നമസ്കാരം.